ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു തീപ്പൊരി റിവ്യൂ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, പുഷ്പ 2. അതിൻ്റെ അടിയിൽ വേറെ ദ റൂൾ. അപ്പോൾ ഫസ്റ്റത്തെ പുഷ്പ ദ റൈസ് എന്നായിരുന്നു, അടുത്ത പുഷ്പ 2 ദ റൂൾ എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ റിവ്യൂ ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടു കാണും. സിനിമയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ എന്തായാലും ഞങ്ങളുടെയും കൂടെ അഭിപ്രായം പറയാമെന്നോർത്താണ് വന്നത്. പേഴ്സണലി അല്ലു അർജുനെ കുറച്ച് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അങ്ങനെ ഉള്ള ഒരാളായിട്ട് പോലും ഈ സിനിമ കണ്ടിട്ട് എന്ത് പറയാനാണ്, എന്താ പറയേണ്ടത്? അല്ലു അർജുന്റെ മുതുക്ക് കൂത്താട്ടം. കാരണം ഇതിനകത്ത് എന്താണ് പുള്ളി, എനിക്കറിയാമല്ലോ ഡയറക്ടർ എങ്ങനെ ഈ സിനിമ അല്ലു അർജുന് അല്ലെങ്കിൽ ഇത് അഭിനയിച്ച ആൾക്കാരോട് പറഞ്ഞു കൊടുത്തു, എങ്ങനെ ഒരു സീൻ ബൈ സീൻ പറഞ്ഞു കൊടുത്തു എന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം ഒരു സീൻ കഴിഞ്ഞ് അതിന്റെ അടുത്ത സീൻ എന്താണെന്ന് നമുക്ക് തന്നെ കണ്ടിട്ട് ചിരി വരുന്നു. ഡയറക്ടർക്ക് പോലും അറിയാൻ പാടില്ല, എനിക്ക് തോന്നുന്നല്ലോ പുള്ളിക്കറിയാം. പക്ഷേ ഞങ്ങൾ 3 പേരും കൂടെയാണ് സിനിമ കാണാൻ പോയത്. അപ്പോൾ സിനിമ കണ്ട് അവസാനം വരെ ഞങ്ങൾ ചിരിയായിരുന്നു. അയ്യോ, തിയേറ്ററിൽ കൂട്ടുകാരെല്ലാം കൂടെ ആയിട്ട് വന്ന ടീമുകളെല്ലാം കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ ഡയലോഗ് പറഞ്ഞു ഒക്കെ ആകെപ്പാടെ ഒരു ചില്ലായിട്ടാണ് തിയേറ്ററിൽ ഇരുന്നത്. അല്ലാതെ ഈ സിനിമയ്ക്കകത്ത് ഒരു സമയം പോലും നമുക്ക് ത്രില്ലിങ്ങോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടോ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഇല്ലെന്ന് തീർച്ചയായും ഞങ്ങൾ പറയുവാണ്. അല്ലടാ, ആദ്യം തൊട്ട് അവസാനം വരെ ഞങ്ങൾ എന്താണ് സിനിമയെന്ന് എനിക്കറിയാമോ. തുടക്കം കാണിച്ചപ്പോൾ തന്നെ കിടിലൻ സാധനമായിരുന്നു. ജാപ്പനീസ് ഭാഷ 40 ദിവസം കണ്ടെയ്നർ അടച്ചിട്ട് വന്ന ഇത് എനിക്കത് പറയാൻ പറ്റുന്നില്ല. ചിന്തിക്കാൻ പറ്റില്ല. സ്പോയിലർ ഒന്നും ഇതിൻ്റെ അകത്ത് പറയാനില്ല. സ്പോയിലർ പറഞ്ഞാലും നിങ്ങൾ ഈ സിനിമ കാണാൻ പോണില്ല. അതാണ് എൻ്റെ സത്യാവസ്ഥ. കാരണം ഇത് ഞാൻ ഉറപ്പ് പറയുകയാണ്, ഇത് നിങ്ങൾ മൊബൈലിലോ അല്ലെങ്കിൽ OTT വന്നതിന് ശേഷം കാണാനിരുന്നാൽ ഒരിക്കലും കണ്ട് തീർക്കത്തില്ലെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. കാരണം ഇത് തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവസാനം വരെ കണ്ടു തീരാതെ എഴുതേക്കത്തില്ല. കാരണം എന്താണ് നമ്മൾ പൈസ കൊടുത്ത, അതുകൊണ്ട് മാത്രം അവസാനം വരെ ഇരിക്കും. അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് എഴുതിട്ട് പോയല്ലേടാ കുറെ പേര്. അത് ഞങ്ങള് ഏകദേശം 3.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു പടം. 3.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു പടം. ഒന്നും പറയാനില്ല. അതിൻ്റെ അകത്ത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഫഹദ് ഫാസിൽ കഴിഞ്ഞ സിനിമയിലെ പോലെയല്ല, ആദ്യം തൊട്ട് പകുതിയോളം 3/4 ഭാഗത്തോളം ഫഹദ് ഫാസിലുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ രശ്മിക എന്താണ് ഇതിൻ്റെ അകത്ത് കാണിക്കണേ എനിക്ക് അറിയാൻ പറ്റില്ല. നാഷണൽ ക്രഷ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അവരെന്തിനാണ് ഇതിൻ്റെ അകത്ത് എന്തിനാണ് സാമി എന്ന് വിളിച്ചിറപ്പുണ്ട്. എന്റെ പൊന്നോ, അല്ലു അർജുന്റെ ചരിവ് കൂടി കണ്ടാണ്, മറ്റേനേക്കാളൊക്കെ ചരിവ് കൂടി. അത് മാത്രമല്ല, പുള്ളി മാസാണെന്നാണ് പറയണത്. അത് എന്തൊക്കെ കോടികൾക്കൊന്നും വിലയില്ല. 1000 കോടി, 50 കോടി പിടി, പൂജാരിക്ക് 30 കോടി, ഹെലികോപ്റ്റർ വാങ്ങിക്കുന്നു. മന്ത്രിയാണോ? PM പ്രസിഡന്റ് ആണോ? എന്റെ പൊന്നോ, ഇതെങ്ങനെ അത് മാത്രല്ല, സാരി എടുത്ത സീൻ ഭയങ്കരമായിട്ട് മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗം സൃഷ്ടിച്ച ഒരു സാധനമാണ്. അതിൻ്റെ അകത്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. അതെന്തിനാണ് അങ്ങനത്തെ ഒരു സീൻ? അവസാനത്തെ സീൻ സാധനമൊക്കെ ക്ലൈമാക്സ് ഇടി എന്നൊക്കെ പറഞ്ഞ അത് മിസ് ചെയ്യരുത്. പറക്കുവാണ് ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഒരു കത്തിയും വായി വെച്ചുകൊണ്ട് ഒന്നും പറയാനില്ല. അപ്പോൾ എന്താണ് ഇതെങ്ങനെ, എനിക്ക് മനസ്സിലാത്ത കാര്യമല്ല. ഇതെങ്ങനെ ഒരു ഡയറക്ടർ ഒരു നായകൻ്റെയോ അല്ലെങ്കിൽ അഭിനയിക്കാൻ വരുന്നവരൊക്കെ പറഞ്ഞു കൊടുത്തു ഇതിൻ്റെ കഥ എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ നിന്ന് ഞങ്ങൾ ചിരിക്കുമായിരുന്നു. ഇത് എങ്ങനെ ഇതിൻ്റെ അടുത്ത കഥ, വില്ലന്മാരൊക്കെ നല്ല രസമുണ്ടായത് കാണാൻ. പിന്നെ പാട്ട് സാധാരണ അല്ലു അർജുന്റെ പടത്തിന് കാണാൻ പോകുന്നത് ഒന്നും അല്ലെങ്കിൽ പുള്ളിയുടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇതും അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ പാട്ടും പുള്ളി ഡാൻസ് മൂവ്മെന്റ്സും കാണാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അതാണ് പണ്ടോടെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് കാണാൻ ആഗ്രഹം അതായിരുന്നു. പക്ഷെ ഇതിൻ്റെ അകത്തെ പാട്ട് കസക്ക് ഒരു സാധനം നമുക്ക് മനസ്സിലാകത്തില്ല. എന്തൊക്കെയാണ് മലയാളം? നീ എന്നെ ഇങ്ങ് പിടിച്ചു, ഞാൻ നിന്നെ അങ്ങ് പിടിച്ചു. അങ്ങനെയുള്ള നല്ല കിടിലം വരികളാണ്. പിന്നെ എന്തൊക്കെയാണ് എന്തായാലും ആദ്യം തൊട്ട് അവസാനം വരെ ഒരു കാശിന് കൊള്ളത്തില്ല പടം. തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും. ഫാമിലി ആയിട്ടെന്നല്ല, ആരുമായിട്ട് പോയി കാണരുതെന്ന് അഭ്യർത്ഥിക്കുവാണ്. വെറുതെ സമയം പോകും എന്നെനിക്ക് പറയാനുള്ളൂ. പക്ഷേ നമ്മള് കൂട്ടുകാരായിട്ട് പോകുമ്പോ ഇങ്ങനെ ഒരാള് ഫിസിലായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു തിയേറ്ററിൽ ഒരാൾ ഫിസിലായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ.
അടിയോടടി. കാരണം പുള്ളി അടിക്കാൻ വേണ്ടി കയറിയത്. 2-3 അടി കേട്ടു. അത് കേട്ടു. പിന്നെ അവസാനാണ് സിനിമ എഴുതിനകത്ത് ഒരു അടി കേട്ടത്. ഓർമ്മയുണ്ടോ? തീർന്നതിന്റെ സന്തോഷത്തില്. ഒന്നും പറയാനില്ല. നിങ്ങളുടെ ഇഷ്ടമാണ് കാണാൻ വേണ്ടിയെന്ന്. സാധാരണ നമ്മളൊരു റിവ്യൂ കാണുമ്പോഴേ നമ്മൾ ഓർക്കണ കാര്യം എന്താ അറിയോ? അത് അവരുടെ അഭിപ്രായമാണ്, ഇത് ഇവരുടെ അഭിപ്രായമാണ്. എങ്കിലും നമുക്ക് പേഴ്സണലി ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലോ എന്നൊരു ചിന്തയോട് കൂടി നമ്മൾ കാണാൻ പോകും ചില സിനിമകൾ. 100%. അങ്ങനെ ഞങ്ങൾ ഓർത്തു, ഇത് അശ്വന്ത് ഗോക്ക് പറയണ, ഇവര് പറയണത് അവരുടെ അഭിപ്രായമാണ്. അങ്ങനെയല്ല, ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെടും. ഇതിനകത്ത് ഇല്ല, ഒരു രക്ഷയില്ല. ഒരു മനുഷ്യനായിട്ട് ജനിച്ച ഒരുത്തനും ഇഷ്ടപ്പെടത്തില്ല. സിനിമ മുഴുവൻ കണ്ട് തീർക്കാൻ പറ്റത്തില്ല. അതാണ് ഞങ്ങളുടെ അവസ്ഥ. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഇനി നിങ്ങൾക്ക് എന്താണ് സമയം കളയണമെന്ന് വെച്ച് കാണാൻ പറ്റത്തില്ല. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദേഷ്യമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊടിച്ചമർത്തണമെങ്കിൽ പോയി കാണാം. അത്രേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത മാർക്കോ ഒക്കെ ഞങ്ങൾ കിടിലിന് റിവ്യൂ ആയിട്ട് വരുന്നുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.